ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഗീത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അവരിപ്പോൾ കണ്ണൂരിലാണ് താമസിക്കുന്നത്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഭർത്താവുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവ് നല്ല സ്വഭാവം, കുഴപ്പമൊന്നുമില്ല, ഒരു സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നിനക്കൊരു വിസയുണ്ട്, വിദേശത്ത് പോകാനാണ്, നല്ല ജോലിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിദേശത്തേക്ക് ഭാര്യയെ പറഞ്ഞയക്കുകയാണ്. അബുദാബിയിലേക്കാണ് ഭർത്താവ് ഭാര്യയെ പറഞ്ഞു വിടുന്നത്. ജോലി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് പേരിൽ വസ്തു വിറ്റ് 15 ലക്ഷം അക്കൗണ്ടിൽ കിടന്നു. അതും 40 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് ഭാര്യ അബുദാബിയിലേക്ക് പോകുന്നത്. ഭർത്താവിൻ്റെ പേര് സുനിൽ കുമാർ, ധർമ്മടംകാരനാണ് അവൻ. ഭാര്യയുടെ സ്വർണവും പണവും തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഭാര്യയെ ഇങ്ങനെ വിദേശത്ത് വിട്ടത് ഒരു സെക്സ് റാക്കറ്റിന് വിൽക്കുകയായിരുന്നു. 2 ലക്ഷം രൂപയ്ക്ക് ഭാര്യ വിൽക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് ഭാര്യ ഗൾഫിൽ പോയത്. അവിടെ ചെന്നപ്പോൾ കുറേ സ്ത്രീകൾ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞാനത് ചെയ്യില്ല, ഞാൻ സ്കിൻ കെയറിൻ്റെ ജോലിയായിട്ടാണ് ഇവിടെ വന്നത്, അല്ല ഞങ്ങൾ പറയുന്ന ജോലി നിങ്ങൾ ചെയ്യണം, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വിറ്റ് 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അവരാകെ ഞെട്ടിപ്പോയി. സ്വന്തം ഭർത്താവ് ഭാര്യയെ 2 ലക്ഷം രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു, എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം. അപ്പോൾ പറ്റത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. അങ്ങനെ അവരെ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് അടിച്ചു. എന്നിട്ട് റൂമിൽ പൂട്ടിയിട്ടു. എങ്ങനെ രക്ഷപ്പെടും, ആരെ വിളിക്കും എന്നൊന്നും അവർക്കറിയാൻ വയ്യ. ഇവരെ റൂമിൽ പൂട്ടിയിട്ട് കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരുന്നു. അങ്ങനെ അവരിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും. അപ്പോഴാണ് ഇവർ 8 വർഷം മുമ്പ് ഷാർജയിൽ നിന്നിരുന്നു. അവിടുത്തെ പോലീസിൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഷാർജയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അവിടെ നിന്ന് ഷാർജ പോലീസ് അബുദാബിയിൽ വിളിച്ച് പറഞ്ഞ് അവിടെ അവർ പൂട്ടിയിട്ടിരുന്ന റൂം വളഞ്ഞ് അവിടെ വന്ന് അവർ തോക്കുപയോഗിച്ച് റൂം പൂട്ട് തുറന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇവരെ അവിടെ ഏറ്റെടുക്കാനോ ഇതിൽ ഒന്നും കൊണ്ടുപോകാൻ ആരുമില്ലാത്തതുകൊണ്ട് അവർ ജയിലിലിട്ടു. ഈ ഇവരെ കൊണ്ടുവന്ന സ്ത്രീകളെ പോലീസ് കുറേ കാലം കൊണ്ട് തിരയുകയായിരുന്നു. പക്ഷെ അവർ ഒളിവിലും പോയി. പക്ഷേ ഈ സ്ത്രീനെ അവിടെ ഇറക്കാനൊന്നും ആരുമില്ല, അറിയില്ലല്ലോ, ആർക്കും അറിയില്ല. അവരെ ബന്ധുക്കളാരും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇവരെ വിസ കൊടുത്ത് കൊണ്ടുവന്ന സ്ത്രീകൾ 5 വർഷം കൊണ്ട് അബുദാബിയിൽ വരെ പോലീസ് തിരയുന്ന സ്ത്രീകളാണ്. പക്ഷേ എന്തായാലും ഇവരെ 9 മാസം ഈ സ്ത്രീ ജയിലിൽ കിടക്കേണ്ടി വന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. എന്നിട്ട് അതിനൊന്നും ഒരു ഫലം കിട്ടിയില്ല. അവരവസാനം പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പെട്ടെന്ന് നടപടി ഉണ്ടായി. അവർ 9 മാസമായപ്പോൾ പുറത്തിറങ്ങി. ഇപ്പോൾ അവർ നാട്ടിലുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷമാണ് അവരറിയുന്ന ഭർത്താവിന് വേറൊരു കാമുകിയായിട്ട് അടുപ്പത്തിലാണ്. ആ കാമുകിയായിട്ട് ഒത്തു ജീവിക്കാൻ വേണ്ടിയാണ് ഇവരെ ഗൾഫിൽ സെക്സ് റാക്കറ്റിന് വിറ്റത്. അപ്പം ഇവള് ജയിലിലാവും. അപ്പോഴത്തേക്ക് ഇവർക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഇവളുമായിട്ട് ജീവിക്കാം. ഇവരെ 40 പവനും ഇവർ ബാങ്കിൽ കിടന്ന വസ്തു വിറ്റ പണവും മൊത്തവും ഇയാളുടെ പേരിലായി. ഇപ്പോൾ അവർ കേസ് കൊടുത്തേക്കാണ്. കേസ് കൊടുത്തപ്പം ഇവൻ പാർട്ടിക്കാരനായതുകൊണ്ട് പോലീസൊന്നും അതിന് വലിയ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരിപ്പം ഭയങ്കരമായ പരാതിയും ഭയങ്കര വിഷമമായി. ആ സ്ത്രീനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരുപാട് സ്ത്രീകളെ ഇങ്ങേര് പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രേമിച്ച് അവരെ നിന്നൊക്കെ പണം അടിച്ചെടുത്തിട്ടുണ്ട്, കല്യാണം കഴിക്കാമെന്നൊക്കെ എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആ സ്ത്രീ ഭർത്താവിനെ ഒരുപാട് വിശ്വസിച്ച് അവരെ പേര് അക്കൗണ്ടിൽ കിടന്ന പണവും സ്വർണവും എല്ലാം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് അവർ വിദേശത്ത് പോയത്. ഇപ്പം അവർക്ക് എങ്ങടവും ഇല്ല, കഞ്ഞി കുടിക്കാനുള്ള ഒരു 5 പൈസ പോലും അവരുടെ കയ്യിലില്ല. അവർ ഭർത്താവിനെ വിശ്വസിച്ചു. അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭയങ്കരമായ വിഷമം തോന്നി. സത്യമാണ്. സ്വന്തം ഭാര്യയെ വേറൊരു കാമുകിയായിട്ട് ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഭാര്യയെ സെക്സ് റാക്കറ്റിന് വിൽക്കുന്ന ഒരുത്തൻ. നിനക്ക് വേണ്ടെങ്കിൽ നീ കളഞ്ഞിട്ട് പൊക്കൂടെ, വേറൊരു തീരൂടെ പോയി ജീവിച്ചുകൂടെ? അവരെ കാര്യം നോക്കി ജീവിക്കില്ലേ? അവരെ പണവും തട്ടിയെടുത്ത് എന്നിട്ട് ഇവൻ വേറൊരു തീരൂടെ ജീവിക്കാൻ. ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. ആ സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. സത്യം പറയാമല്ലോ, ഒരുപാട് വിഷമം തോന്നി. സ്വന്തം ഭാര്യനെ കൊണ്ടുവന്ന് സെക്സ് റാക്കറ്റിന് വിറ്റിട്ട് കാമുകിയിലൂടെ സുഖിച്ച് ജീവിക്കാൻ. നിനക്ക് വേണ്ടെങ്കിൽ നീ ആ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് നിന്റെ കാമുകിയിലൂടെ പോയി ജീവിച്ചൂടെ? അവരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കില്ലേ? ഇങ്ങനെയും ദുഷ്ടന്മാരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇനി സ്ത്രീകളോട് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ കയ്യിലുള്ളത് എല്ലാം ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് അവിടെ പോയി സമ്പാദിക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇത്രയും സ്വർണവും പണവും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. അത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം.